നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സാണ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു കുറച്ചധികം ബിയറിഷ് ആയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ആ ഒരു സമയത്ത് ജർമ്മൻ മാർക്കറ്റ്, US ഫ്യൂച്ചർ എല്ലാം തന്നെ സീവിയർ സെൽ ഓഫ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ബാർക്ലീസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ആപ്പിളിനെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളതായിരുന്നു. ആപ്പിൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു $2.89 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 ബില്യൺ മാത്രമാണ്. അതിൽ ഈ ഇന്ത്യയുടെ GDP തന്നെ 3.89 ട്രില്യനാണ്. അപ്പോൾ ഇന്ത്യയുടെ GDPയുടെ ഏകദേശം ഒരു 40% മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റോക്കിന്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ US മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലായിരുന്നത്. പക്ഷേ നാസ്ഡാക്ക് റെഡിൽ ക്ലോസ് ചെയ്തു, വലിയ രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. പക്ഷേ US ഡോ അത്ര വലിയ ഫോൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു സീവിയർ സിനാരിയോ US മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെ തുടരുന്നുണ്ട്. നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നോക്കാം. ഇന്നലെ ഒരു പ്രത്യേകത ഉള്ളത്, ഇന്നലെ ഏറ്റവും വലിയ സെല്ല് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സെൽ ഓഫ് ഉണ്ടായപ്പോൾ ഈ നായകൻ സിനിമയുടെ അവസാനം പ്രതിനായകനാവുന്ന ഒരു അവസ്ഥയാണ്. കാരണം FIIs ഇന്നലെ ബൈ നടത്തി. DIIs ആണ് ഏകദേശം ഒരു 1900 കോടി രൂപക്ക് സെല്ല് നടത്തിയത്. അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. വിശദമായിട്ട് ഓരോരോ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യമായിട്ട് FIIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 68% അവർ ലോങ്, 32% അവർ ഷോർട്ട് പൊസിഷൻ. അതായത് FIIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ കാണാം, $2060. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കാണാം സ്ലൈറ്റ്ലി ബിയറിഷ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നീട് കാണാം, അതായത് ഓസ്ട്രേലിയ, ചൈന, കൊറിയ എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. പിന്നീട് ജർമ്മൻ മാർക്കറ്റ് കാണാം, വലിയ രീതിയിൽ ഫോൾ ആയതായിരുന്നു, പിന്നെ തിരിച്ചെത്തി, ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റൊക്കെ ഇന്നലത്തെ ക്ലോസിംഗ് ആണ്. ഫ്രാൻസ് റെഡിലടച്ചു, UK റെഡിലടച്ചു, റഷ്യൻ റെഡിലടച്ചു. ബിറ്റ്കോയിൻ 45,175, ഇന്ത്യ വിക്സ് 14.5, ഡോ ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി ഫ്ലാറ്റാണ്. ഡോ ജോൺസ് കാണാം ഗ്രീനിലടച്ചു. നാസ്ഡാക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ നാസ്ഡാക്ക്, വലിയൊരു സെൽ ഓഫ് ഉണ്ടായി. ഏകദേശം ഒരു 1.5% ഫോളായി. US വിക്സ് 4% സ്പൈക്ക് ചെയ്ത് 12.18 എന്ന നിലയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ IT കമ്പനികളിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സ്വാഭാവികമായിട്ടുണ്ടായി. ആപ്പിൾ ഇടിഞ്ഞതുകൊണ്ട് ഇൻഫോസിസ് ഇടിഞ്ഞു 1.5%, വിപ്രോ ഇടിഞ്ഞു 1.25%, ICICIയും HDFCയും റെഡിൽ തന്നെ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡിയും റിലയൻസും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം എടുക്കാം. ആമസോൺ മുതൽ എല്ലാ സ്റ്റോക്കുകളും ഇടിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ കാണാം ആപ്പിൾ 3.35% ഇടിവ്. കൂടാതെ ഇന്ത്യയിൽ കാണാം ഏറ്റവും താഴെ 5%-ത്തിനടുത്ത് നെറ്റ്ഫ്ലിക്സ്. എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇടിവാണ്. ഫേസ്ബുക്കും മൈക്രോസോഫ്റ്റും എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തി. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി, അതാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട താരം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ് 21,760, അതായത് നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. അത് ഇന്നലത്തെ ക്ലോസിങ് കാണാം. 3:30 ഉണ്ടായിരുന്ന വാല്യൂവിൽ നിന്ന് 3:30 ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഡേ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 24 hour ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 15 മിനിറ്റ് ക്യാൻഡിലാണത്. പിന്നീട് ട്രേഡ് ചെയ്ത് ഫോളായി 21,682 സപ്പോർട്ട് എടുത്തു. അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 72 പോയിൻറ്റ് താഴെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, നമുക്കറിയാം. ഇനിയും ഒരുപാട് സമയം ഓപ്പൺ ആവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വാല്യൂ മാത്രമാണെന്ന് എനിക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മുന്നോട്ടുള്ളത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുക, അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് വരാനായിട്ടുള്ള സാധ്യത. കാരണം ഇപ്പോൾ സമയം ഇന്ത്യൻ സമയം ഏകദേശം ഒരു 7 മണി പോലും ആയിട്ടില്ല. 9:30 വരെ ഇനിയുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റുള്ള ന്യൂസുകൾ, ഇന്നത്തെ ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നോക്കാം. സ്റ്റോക്കുകളുടെ ന്യൂസ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാർക്കറ്റിൽ ചർച്ച ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. ഇത് ഒരു ബൈയോ സെല്ലോ ഇൻഡിക്കേഷൻ അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലോബൽ ലോക്കൽ ക്യൂസുകളും സ്റ്റോക്ക് ന്യൂസുകളെല്ലാം തന്നെ ഒറ്റൊരു 8 മിനിറ്റാണ് മാക്സിമം നമ്മളുടെ
പ്രീ മാർക്കറ്റ് ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടുതൽ കൂടാറില്ല. അപ്പോൾ പെട്ടെന്നൊരു ഷോർട്ട് ടൈമിനുള്ളിൽ എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അവന്യൂ സൂപ്പർ മാർക്കറ്റ് റവന്യൂ 17% അപ്സൈഡ് രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ്. ഹീറോ മോട്ടോ കോർപ്പ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിർമ്മിക്കുന്ന കമ്പനിയാണ്. ടോട്ടൽ ഗ്രോത്ത് 5% ഉണ്ട്. എന്നാൽ സെയിൽസ് ഏകദേശം ഒരു 0.9% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 13% ഇയർ ഓൺ ഇയർ അഡ്വാൻസ് വർദ്ധിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഡെപ്പോസിറ്റ് 18% വർദ്ധിച്ചു. ബിസിനസ് 19% വർദ്ധിച്ചു. യെസ് ബാങ്ക് ഇവരുടെ ടോട്ടൽ അഡ്വാൻസ് 11% വർദ്ധിച്ചു. ഡെപ്പോസിറ്റ് 13% വർദ്ധിച്ചു. ഈ ബാങ്കിങ് കമ്പനികളുടെ ഇനിയിപ്പോൾ Q3 റിസൾട്ടുകൾ വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് കമ്പനികൾ ഇവരുടെ പെർഫോമൻസ് പുറത്തുവിടുന്നത്. VST ഇൻഡസ്ട്രീസ് രാധാകൃഷ്ണൻ ദമാനി എന്ന് പറയുന്ന ഈ ഇൻവെസ്റ്റർ ഏകദേശം 2.5 ലക്ഷം ഷെയറുകൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. ദാംബർ ഷുഗർ ഷെയർ ബൈബാക്ക് ചെയ്യുന്നു. MOEL ഇവരുടെ പ്രൊഡക്ഷൻ ഏകദേശം ഒരു 31% ഒരു വർധനവ്. സെയിൽസ് 40% വർദ്ധിച്ചു. വിമാർട്ട് റവന്യൂ 15% വർദ്ധിച്ചു. DCB ബാങ്ക് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് DCB ബാങ്കിൽ ഏകദേശം ഒരു 10% സ്റ്റേക്ക് അക്യൂർ ചെയ്യാനായിട്ട് RBIയുടെ അപ്രൂവൽ കൊടുത്തു. ബ്രിഗേഡ് റിയാലിറ്റി കമ്പനിയാണ്. ഇവർ 5% BCV ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അക്യൂർ ചെയ്തു. ബിർള സോഫ്റ്റിന് പുതിയൊരു CFO നിയമിച്ചു. RBIയിൽ 123 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസാണ് കറൻ്റ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ID ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ബിസ്മേറ്റ് ട്രേഡിംഗ്. അതിൽ ട്രേഡ് ബഡി ടാബിൽ പോകുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ മറ്റുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. പ്രധാനമായിട്ടും ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഉള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പോട്ട് ഉള്ളത് 47,800. ഏറ്റവും താഴെ കാണാം PCR 0.6 ആണ്. കോള് ഷോർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 5 CR, പുട്ട് ഷോർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 3 CR. അതായത് 2 CR അധികം കോള് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 47,800 സ്പോട്ട് ഉള്ളത്. 47,900, 48,000 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,500, 49,000 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് തുടർന്ന് പോകുന്നുണ്ട്. പൊതുവേ ബാങ്ക് നിഫ്റ്റി ബീറിഷായിട്ട് കാണപ്പെടുന്നുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനിയിപ്പോൾ നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി. നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റ് US മാർക്കറ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. വളരെ വാളറ്റിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതാത് ദിവസത്തെ എക്സ്പയറിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഉചിതം. നാളെ നിഫ്റ്റിയിൽ എന്തും സംഭവിക്കാം. ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടോ നിഫ്റ്റിയിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതാത് എക്സ്പയറി ഉള്ള ഇൻഡെക്സുകളിൽ ട്രേഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ബൈ ഓൾ.